നമ്മൾ സൗത്ത് ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണ് മുളക് ബജി അല്ലേ. അതും തട്ടുകട സ്റ്റൈലിൽ. തട്ടുകടയിലൊക്കെ പോയിട്ട് നല്ല സുടസുടാന്ന് പോയിട്ട് ആ ഒരു ചട്നിയൊക്കെ കൂട്ടി കഴിക്കുമ്പോഴുള്ള ഒരു ഹരം എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണല്ലേ. അപ്പോൾ അതേ ഒരു ഫ്ലേവറിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തത് പച്ച കളറിലുള്ള പച്ചമുളകല്ല, ചുവപ്പ് കളറിലുള്ള വലിയ പച്ചമുളകാണ്. പക്ഷേ തീരെ എരിവൊന്നുമില്ല കേട്ടോ, ഒട്ടും എരിവില്ലാത്ത പച്ചമുളകാണ്. ഇത് വാങ്ങാൻ കിട്ടുന്നവർ ഇത് വാങ്ങുക, അല്ലെങ്കിൽ പച്ച കളറിലുള്ളത് തന്നെ വാങ്ങിച്ചോളൂ. ഇനി ഇതിലേക്ക് നമുക്കൊരു കപ്പോളം കടലപ്പൊടി വേണം. പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കൊത്തമല്ലിയാണ്. അത് നമ്മുടെ കയ്യിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ അങ്ങനെ എടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഞവടി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ അതൊന്ന് പൊടിഞ്ഞ് കിട്ടും. എന്നിട്ട് ഇതിലേക്ക് കടലപ്പൊടിയിലോട്ടൊക്കെ അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ, വറ്റൽമുളകിൻ്റെത്, ആ ഇതും 1/4 ടീസ്പൂൺ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയുള്ളി ചെറുതാക്കി കൊത്തിയരിഞ്ഞതും അതുപോലെ കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില, 1 തണ്ട് കറിവേപ്പില അങ്ങനെ എടുത്തോളൂ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് നല്ല രീതിക്ക് ഒന്ന് കലക്കിയെടുക്കണേ. ഒരുപാട് ലൂസാക്കരുത്, കുറച്ചൊരു തിക്ക് ബാറ്ററാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇനി നമുക്ക് പച്ചമുളക് എടുത്തിട്ട് ഇങ്ങനെ നടുവേ കീറാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുരുവൊന്നും പോക്കേണ്ട ആവശ്യമൊന്നുമില്ല, തീരെ എരിവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാം. ചിലത് നമ്മുടെ പച്ച കളറിലുള്ള ബജി തയ്യാറാക്കുമ്പോൾ കുറേ അധികം സമയം നമ്മളെ പുളിൻ്റെ വെള്ളത്തിൽ, മഞ്ഞൾ വെള്ളത്തിലൊക്കെ അങ്ങനെ സോക്ക് ചെയ്ത് വെക്കും. ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ, സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ക്രിസ്പി നമുക്ക് എന്തായാലും നമ്മുടെ മുളകിന് കിട്ടണം. അങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് ആ ഒരു ക്രിസ്പി ഉണ്ടാവില്ല കേട്ടോ മുളകിന്. എല്ലാം നടുവേ കീറി കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മുടെ കടലപ്പൊടിൻ്റെ അകത്തേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാൻ അടുപ്പത്തേക്ക് വെച്ചെടുക്കാം. ചൂടായതിന് ശേഷം ഓയിലോ വെളിച്ചെണ്ണ എന്താ വേണ്ട വെച്ചാൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കടലപ്പൊടിയിൽ പൊതിഞ്ഞിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. കടലപ്പൊടിയിൽ പൊതിയുന്ന സമയത്ത് ആ നടുവേ പിളർന്ന ഭാഗത അതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതിൽ ശരിക്കും അങ്ങനെ കവർ ചെയ്യണം. അപ്പോഴേ ആ ഒരു രുചി നല്ലോണം കിട്ടുള്ളൂ കഴിക്കുമ്പോൾ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു മിൻറ്റിൻ്റെ ചട്നി വേണമെങ്കിലാക്കാം, അല്ലെങ്കിൽ പുളിൻ്റെ ചട്നിയൊക്കെ അങ്ങനെ വേണമെങ്കിലാക്കാം കേട്ടോ. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, അത് വെറുതെ ഇങ്ങനെ കഴിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. കടലപ്പൊടിയിലേക്ക് എന്തായാലും ഒരു അല്പം ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണേ. എന്നാലേ നമുക്ക് ആ ഒരു ഫ്ലേവർ തട്ടുകട സ്റ്റൈലിൽ നമുക്ക് കിട്ടുള്ളൂ. ഇനി അത് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണ്ട. പിന്നെ അതേപോലെ കൊത്തമല്ലിയും ചെറിയ ജീരകം, വറ്റൽമുളകും ഇത് നിർബന്ധമാണ് കേട്ടോ. അതുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഫ്ലേവർ ഇങ്ങോട്ടേക്ക് ഇറങ്ങി കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഒപ്പൊക്കെ ഈ മുളക് ബജിക്കൊക്കെ ഉള്ള മാവ് കലക്കി വെക്കൽ അന്നേരം പോയി കലക്കി വെക്കല്ല കേട്ടോ പതിവ്. ഇപ്പൊക്കെ രാവിലെ തന്നെ കലക്കി വെക്കുന്നത് കാണാം. അതായത് രാവിലെ കലക്കി വെച്ച് വൈകുന്നേരം അത് മുക്കി പൊരിക്കുന്ന സമയത്ത് മാവിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കി നോക്കൂ. ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. എനിക്ക് എൻ്റെ അപ്പൻ്റെ മുളക് ബജി, അതുപോലെ ബോണ്ട, അങ്ങനത്തെയൊക്കെ എനിക്ക് എപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആട്ടോ. ഭയങ്കര രസമാണ് ഇപ്പൻ്റെ മാവിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സീക്രറ്റ് കാര്യങ്ങൾ ഓരോരുത്തർക്കും ഓരോന്നും ഉണ്ടാകുമല്ലോ. അപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. രാവിലെ മാവ് കലക്കിയൊക്കെ വൈകുന്നേരം അങ്ങനെ മുക്കി പൊരിക്കുക, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ അപ്പം കലക്കിയൊക്കെ അങ്ങനെ തന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ ഇതാണ്ട നല്ല അടിപൊളിയായിട്ടുള്ള മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്യുക. അത് ആ മുളകിനൊരു ചുവപ്പ് കളറായതുകൊണ്ട് ഇത് ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ പണി തീർക്കുന്ന ഒരു സ്നാക്കുമാണ്, ഏറ്റവും രുചി എന്ന് പറയുന്നത് അമേസിങ്ങുമാണ്. അപ്പോൾ ഈ നോമ്പൊക്കെ തുറന്ന് മാഷാ അല്ലാഹ് എല്ലാവരും നോമ്പ് ഹയറാക്കി തരട്ടെ. ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ അല്ലേ നമ്മുടെ നോമ്പുള്ളത്. എല്ലാവർക്കും സന്തോഷവും സമാധാനം ഉണ്ടാവട്ടെ. ബൈ ബൈ, അസ്സലാമു അലൈക്കും.